ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പോൾട്രി ഫാമിലെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ്. ഇവരൊക്കെയാണ് നമ്മുടെ പോൾട്രി ഫാമിലെ കാവൽക്കാർ കേട്ടോ. ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് 6-7 കിലോമീറ്റർ ദൂരെയാണ് ഈ പോൾട്രി ഫാം ഉള്ളത്. അപ്പോൾ അവിടെ ഇവരൊക്കെയാണ് അവിടുത്തെ കാവൽക്കാർ. 3-4 പേരുണ്ട്. അവിടെ താമസമുണ്ട്, എന്നാലും ഇവരുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് വലിയൊരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ ഇവരെന്തായാലും ഒരു 3-4 പേര് നമുക്ക് ചുറ്റും സംരക്ഷണം തരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പോൾട്രി ഫാമിൽ ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുതരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും, ഇത്ര ഏരിയയിൽ കാണുന്ന ചകിരിച്ചോറ് ഇട്ടിട്ടുള്ള ആ ഒരു ഏരിയയിൽ മാത്രമേ ഇപ്പം നമുക്ക് വേണ്ടൂ. പിന്നെ അവർ വളരുന്നതിനനുസരിച്ചാണ് അതിൻ്റെ സ്പേസ് കൂട്ടി കൊടുക്കുക. അവർ ഇപ്പോൾ 4000 കോഴി ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവർ ഒരു മാസത്തും കൊണ്ട് ഈ ഷെഡ് മുഴുവനും വളർന്ന് മുഴുവനായിട്ടും അത് ഫില്ല് ചെയ്തിട്ട് വരും. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് വലിയ പാത്രമൊന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പാത്രങ്ങൾ ഇതിൽ കാണിക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അവർക്ക് കുറച്ചൊരു ഹൈറ്റും വെയിറ്റൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന വലിയ പാത്രത്തിൽ നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കേണ്ടതുള്ളൂ. വെള്ളം പിന്നെ നിപ്പിൾ സിസ്റ്റമാണ്. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് കണ്ടോ, അത് തൊട്ട് അവർ ചുണ്ടും കൊണ്ട് തൊടുന്ന സമയത്ത് ആ വെള്ളം വരും. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളാണ് ഇതിലിപ്പോൾ കാണിച്ചിട്ടുള്ളതൊക്കെ. ഇതെല്ലാം ക്ലീനാക്കി വെള്ളത്തിൻ്റെ സിസ്റ്റവും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പ് തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ആദ്യം തന്നെ എത്തും. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു മഴവെള്ള ടാങ്കിനുള്ളൊരു സംവിധാനമാണ് കേട്ടോ. അത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തരിക ചെയ്യുക. നമ്മളിതിനെ വളർത്തി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാമിൻ്റെ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.